ഈ യുദ്ധം ഇപ്പോൾ ഇറാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഹോർമൂസിലും ഇറാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. ഇത് പതുക്കെ പതുക്കെ ഇപ്പോൾ ഇറാഖിലേക്കും കൂടെ വ്യാപിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ആക്ച്വലി ജോർഡാനിലെ US കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ തിരിച്ചടിയായിട്ട് ഇപ്പൊ ആക്രമണം നടന്നിരിക്കുന്നത് ഇറാഖിലെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് നേരെയാണ്. അമേരിക്കയും സൗദിയുടെയും കൂടെയുള്ള സംയുക്തമായിട്ടുള്ള ആക്രമണം ഇപ്പൊ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഈ ഇറാഖിന്റെ മധ്യധരണ്യയിലെ ഇറാഖിന്റെ തീരത്തിൽ നങ്കൂരം ഇട്ടിട്ടുണ്ടായിരുന്ന പ്രകൃതിവാതകം കയറ്റിയിട്ടുള്ള അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയും ഡ്രോൺ ആക്രമണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പതുക്കെ പതുക്കെ ഇത് ഇറാനിൽ നിന്നും അതേപോലെ തന്നെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ നിന്നും ഇറാഖിലേക്കും കൂടെ ഇത് വ്യാപിക്കുന്നു എന്നുള്ളതും കൂടെ കാണണം. പിന്നെ ഇറാഖിലെ ഈ മിലീഷ്യകളുടെ ആക്രമണം ആക്ച്വലി ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ഒരു സാധനമല്ല. അത് ഇതിനു മുന്നേ തന്നെ ഇറാഖിന്റെ സൗദി ആ ഒരു അതിർത്തിയോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും സൗദിക്ക് നേരെ ആക്രമണം യഥാർത്ഥത്തിൽ ഈ മിലീഷ്യ ഗ്രൂപ്പുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോ അതിന്റെ തിരിച്ചടി എന്ന് തന്നെ സൗദി അറേബ്യ ഇനീഷ്യേറ്റ് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇതിന്റെ ഒരു പ്രസക്തി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ജോർഡാനിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം കടുപ്പിച്ചപ്പോ സെൻകോം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകും എന്നുള്ളത്. ഇത് പറഞ്ഞ ഉടനെ തന്നെയാണ് ഇറാഖിലെ ഈ മിലീഷ്യ ഗ്രൂപ്പുകൾക്ക് നേരെ ഈ അമേരിക്കയും അതേപോലെ തന്നെ സൗദി അറേബ്യയും കൂടെ കൂടിച്ചേർന്നിട്ട് സംയുക്തമായി ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ 20ഓളം പേര് കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇറാന്റെ അതിർത്തിക്ക് പുറത്ത് നടക്കുന്ന ആക്രമണങ്ങളിൽ കൂടുതൽ പേര് കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇത്രയും കാലം ഈ ബഹ്റൈന്, കുവൈത്ത് പോലുള്ള രാജ്യങ്ങളെ ആയിരുന്നു ഈ ഇറാൻ ലക്ഷ്യം വെച്ചിരുന്നത് എങ്കിൽ ഇപ്പൊ ഇറാൻ കൂടുതലായിട്ട് ലക്ഷ്യം വെക്കുന്നത് ജോർഡാനിലുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയാണ്. അതിന്റെ റീസൺ ആയിട്ട് പറയപ്പെടുന്നത് കുവൈത്തിലെയും ബഹ്റൈനിലെയൊക്കെ ഈ പറയുന്ന ബേസുകൾ ഇനി ഓപ്പറേഷനിലേക്ക് കൊണ്ടുവരാ എന്ന് പറയുന്നത് അമേരിക്കക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഓപ്പറേഷൻസ് ഇപ്പോൾ അവരതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഈ പറയുന്ന ജോർഡാനിൽ വെച്ചിട്ടാണെന്നുള്ളത്, അല്ലെങ്കിൽ ജോർഡാനിൽ നിന്നിട്ടാണെന്നുള്ളതാണ്. അതിനൊരു കാരണം കൂടെയുണ്ട്. ജോർഡാൻ എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഓൾറെഡി അമേരിക്കയുടെ വിമാനങ്ങളും സിസ്റ്റങ്ങളും ഇസ്രായേലിൽ ഉള്ളപ്പോൾ തന്നെ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതും കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഇറാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ജോർഡാന് നേരെയുള്ള ആക്രമണങ്ങൾ കടുപ്പിക്കുന്നത്. അത് തന്നെ ഈ പറയുന്ന പാട്രിയോട്ടും അതേപോലെ തന്നെ ഇവരുടെ ആരോ പോലെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് നേരെ പ്രിസിഷൻ അറ്റാക്ക് ഇറാൻ യഥാർത്ഥത്തിൽ നടത്തുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഇതിനു മുന്നേ IRGC പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ജോർഡാനിലുള്ള ഇവരുടെ പ്രധാനപ്പെട്ട റഡാർ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തകർക്കപ്പെട്ടിട്ടുണ്ട്, CIA കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഡ്രോണുകളുടെ ഹാങ്ങറുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ F-15 F-13 പോലെയുള്ള വിമാനങ്ങളുടെ ഒക്കെ ഹാങ്ങറുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ ജിംനേഷ്യം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവരുടെ റെസിഡൻഷ്യൽ ഏരിയ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ രീതിയിലേക്കൊക്കെയുള്ള ലെയർ ആയിട്ടുള്ള ഏരിയകൾ, അല്ലെങ്കിൽ മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ആക്രമണം യഥാർത്ഥത്തിൽ ഇറാൻ ഈ പറയുന്ന ജോർഡാന് നേരെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് തിരിച്ചടിയായിട്ട് ഈ പറയുന്ന കിഷൻ ദ്വീപിലെ ഈ പറയുന്ന ഇവരുടെ ലോഞ്ചിങ് പാഡുകളും അതേപോലെ തന്നെ ഡ്രോണുകൾ അയക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളടക്കം ആക്രമിച്ചിട്ടുണ്ട്. ഈ പറയുന്ന അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് കൂടാതെയാണ് ഇപ്പോ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാഖിലുള്ള മിലീഷ്യ ഗ്രൂപ്പുകൾക്ക് നേരെയും യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അതിനകത്ത് സൗദിയും കൂടെ സഹകരിക്കുന്നുണ്ട്. സൗദിയുടെയും കൂടെ ഒരു ഇൻവോൾവ്മെന്റ് ഈ ആക്രമണത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇറാന് നേരെ ഡയറക്റ്റ് ആയിട്ടുള്ള തിരിച്ചടിയിലേക്ക് സൗദി അറേബ്യ ഇതുവരെ മുതിർന്നിട്ടില്ല. സൗദി അറേബ്യയുടെ തിരിച്ചടികളെല്ലാം തന്നെ ഇന്നേ വരെ അത് സംഭവിച്ചിരിക്കുന്നത് യമന്റെ നേരെയും അതേപോലെ തന്നെ ഇറാഖിലെ മിലീഷ്യ ഗ്രൂപ്പുകൾക്ക് നേരെയാണ്. അതേസമയം തന്നെ ഇറാനുമായിട്ട് ഒരു നയതന്ത്ര കരാറിലോട്ട്, അല്ലെങ്കിൽ ഇറാനുമായിട്ട് ഒരു ടോക്കിലേക്ക് സൗദി അറേബ്യ എത്തുന്നുണ്ട്. ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകളിലേക്ക് ഈ പറയുന്ന സൗദി അറേബ്യയിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് വന്ന കാര്യം അടക്കം നമ്മൾ കണ്ടതുമാണ്. അപ്പൊ ആ രീതിയിൽ ഡെവലപ്മെന്റ്സ് അങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന മിലീഷ്യ ഗ്രൂപ്പുകളെ സൗദി അറേബ്യ ടാർഗറ്റ് ചെയ്യുകയും കൂടെ ഒരേ സമയം ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മളിവിടെ കാണേണ്ട ഒരു വസ്തുതയാണെന്നുള്ളതാണ്. അപ്പൊ പതുക്കെ സൗദി അറേബ്യയിൽ നിന്നും അതേപോലെ തന്നെ കുവൈത്ത്, ഖത്തർ, UAE പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം
പതിയെ പതിയെ ഈ ഒരു യുദ്ധം ഇപ്പോൾ ഇറാഖിലേക്കും കൂടെ വ്യാപിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനു മുന്നേ തന്നെ ഈ റെജിമിനെ എന്താ പറയാ മലർത്തിയടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടിയിട്ട് ഇറാഖിലുള്ള മിലീഷ്യകൾക്ക് ഓൾറെഡി ആയുധങ്ങൾ കൈമാറുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അമേരിക്കയാണ് ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തത്. പക്ഷേ ആ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ മിലീഷ്യ ഇറാന് നേരെ ആക്രമണം നടത്തുന്നതിന് പകരം ആ ആയുധങ്ങളെല്ലാം തന്നെ ആ മിലീഷ്യ പൂഴ്ത്തിവെച്ചു എന്നുള്ളതായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇറാനിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ IRGC അവരെ പിടികൂടുകയും ആ ആയുധങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇതിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പതിയെ പതിയെ ഈ ഒരു യുദ്ധം മറ്റൊരു രാജ്യത്തേക്കും മറ്റൊരു പ്രദേശത്തും കൂടെ വ്യാപിക്കുന്നു എന്നുള്ളതാണ്. സദ്ദാം ഹുസൈന്റെ മരണത്തിന് ശേഷം കലുഷിതമായിട്ടുള്ള കുത്തഴിഞ്ഞു പോയിട്ടുള്ള ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് ഒട്ടും നല്ലൊരു സൂചനയല്ല എന്നുള്ളതാണ്.